ഹായ് അസ്ലാം വലൈക്കും. ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണ് വിശ്വസിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പറയണം, നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് കാണാൻ വേണ്ടിയിട്ട് മറക്കരുതിട്ടാ. ലൈക്കും കമൻറ്റും കൂടി ചെയ്യണം കേട്ടോ. നമ്മുടെ വീഡിയോസിലും ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതിലും ഒരുപാട് പോരായ്മകളും മിസ്റ്റേക്കുകളും ഉണ്ടാവും എന്നറിയട്ടാ. എങ്കിലും അത് മനസ്സിലാക്കിങ്ങാണ്ട് എൻ്റെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിൽക്കണം കേട്ടോ. നമുക്ക് വഴിയെ ശരിയായിക്കോളും. എനിക്ക് അങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് എക്സ്പീരിയൻസ് ഇല്ലാത്തതും അങ്ങനെ ഉണ്ട് വീഡിയോ എടുത്ത് ശീലമില്ലാത്തതും വോയിസ് ഓവർ കൊടുത്തിട്ടും അത്ര കണ്ടിതില്ലാത്തതുകൊണ്ടും അതിൻ്റേതായ ഒരുപാട് പോരായ്മകൾ നമ്മളെ വോയിസ് ഓവറിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിങ്ങാണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പം എന്താ പറയുക, നമ്മുടെ ഷോർട്സും ലോങ് വീഡിയോ ഒക്കെ കണ്ടുകാണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നോമ്പിൻ്റെ തിരക്കുകളൊക്കെ അടുക്കളയിലുണ്ട്. അതിൻ്റെ ഇടയിലായിട്ട് കുറച്ച് സമയം ഞാൻ ഈ ഒരു പണിക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നനച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ടേ വൃത്തിയാക്കിയത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ നോക്കുമ്പോഴേ നല്ല മാറാലും പിടിച്ചിട്ടുണ്ട്, ഗ്ലാസ്സുമേലൊക്കെ നല്ല പൊടി പിടിച്ചും ചെയ്തിട്ടുണ്ട്. എന്നാൽ പിന്നെ അതൊന്നാണ്ട് വൃത്തിയാക്കി എടുക്കാമല്ലോ എന്ന് വിചാരിച്ച്. അല്ലാന്നുണ്ടെങ്കിൽ കൂടുതലാവും പിന്നെ അത് പൊടി. അപ്പോൾ പിന്നെ മാസങ്ങൾ എന്താ പറയുക, ഇനിയിപ്പോൾ ആക്കത്തിൽ ഒരു മാസം കഴിഞ്ഞിട്ട് തട്ടാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ കൂടുതലാവുള്ളൂ. എന്നാൽ പിന്നെ അത് ഞാൻ എന്ത് ചെയ്യും, ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലാണ്ട് തട്ടി വൃത്തിയാക്കിട്ട. അപ്പോൾ അത്ര കണ്ട് ഭാരം ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ടിപ്പ് ചെയ്യണം. അപ്പോൾ സോക്കസിലുള്ള സകലമായ സാധനങ്ങൾ എടുത്തുകാണ്ടേ ഞാൻ ആ ടേബിളുമൊക്കെ വെച്ചിരിക്കണം. അപ്പോൾ ഇതിലധികം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോളെ ട്രോഫിയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, കുറച്ച് ഫോട്ടോ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നല്ലോണം അങ്ങോട്ട് തുടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മുന്നായിട്ട് സോക്കേസിൻ്റെ ഉള്ളും ഒന്നും നല്ലോണം കൊണ്ട് തുടച്ചെടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഏതായാലും തിരിച്ചെടുത്തേക്കല്ലേ, അപ്പോൾ ആ തിരിച്ചെടുത്തേക്കുമ്പോൾ ഒന്നങ്ങോട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ എന്താ പറയുക, എപ്പോഴും പറഞ്ഞ പോലെ തന്നെ കേട്ടോ, നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് എക്സാം തുടങ്ങിയില്ല. ഇവിടെ മോൾക്കൊക്കെ ഇന്നാണ് കേട്ടോ എക്സാം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്താ പറയുക, SLC എഴുതുന്ന ഒരുപാട് മക്കളുണ്ടല്ലേ. എല്ലാവർക്കും പഠിക്കുന്ന പിള്ളേർക്കായാലും എക്സാം എഴുതുന്ന മക്കൾക്കായാലും പരീക്ഷകളൊക്കെ എളുപ്പമാക്കി കൊടുക്കട്ടെ അല്ലേ. നമുക്ക് എന്താ പറയുക, അങ്ങനെ പറയാനല്ല നമുക്ക് പറ്റുള്ളൂ. മാക്സിമം അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നന്നായി എക്സാമൊക്കെ എഴുതാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കല്ലേ. അപ്പോൾ അതാ ഫോട്ടോ ഫ്രെയിമൊക്കെ ഉണ്ട്. ഇവിടെ വല്ലാണ്ട് ഫ്രെയിമൊന്നുമില്ല, എന്നാലും 1-2 ഫോട്ടോ ഫ്രെയിമുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നല്ലോണം തുടച്ച് വൃത്തിയാക്കി എടുത്തിക്കണം കേട്ടോ. ഇന്നത്തെ നമ്മൾ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ. ഇന്ന് എണ്ണക്കടികളൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നിന്നിട്ടില്ല കേട്ടോ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു ക്ഷീണവും പിന്നെ ആർക്കും വേണ്ട അങ്ങനെ പറഞ്ഞിട്ട് ഇന്നലെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ തന്നപ്പോഴേ ഇന്നല്ലാത്ത ക്ഷീണം എല്ലാവർക്കും. അപ്പം ഇന്ന് പ്രത്യേകിച്ച് ഉണ്ടാക്കാൻ നിന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു കഷ്ണം വത്തക്ക ഉണ്ട്. എന്നാൽ പിന്നെ അത് മുറിച്ചിങ്ങാണ്ട് നോമ്പറക്കാലോ എന്ന് വിചാരിച്ചിട്ട് അത് കഷ്ണമാക്കിയാണ്ട് എടുത്താൽ നമുക്ക് അത് മതില്ല. കൂടെ എന്തെങ്കിലും വെള്ളം കലക്കി എടുക്കാം. പിന്നെ എന്നിട്ട് ചോറ് എന്നാന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ചോറിൻ്റെ കൂടെ കറികൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പേരി ഒന്നും ഇന്നലത്തെ മീൻ കറി ഉണ്ടായിരുന്നു. പിന്നെ അതിന് 2-3 മീൻ എടുത്തുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ അതും കൂടെ എന്നാണ്ട് പൊരിച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ അതന്നെ മതി, അതന്നെ ധാരാളമാണ്. കാരണം എന്താ വെച്ചാൽ ആദ്യം നോമ്പ് ഫസ്റ്റിലൊക്കെ പിന്നെ എന്തെങ്കിലുമൊക്കെ തിന്നായിരുന്നു നമ്മളില്ലേ. ഇപ്പം ഇങ്ങനെ നോമ്പ് കൂടുന്ന വരുന്നതനുസരിച്ച് അങ്ങനെ തിന്നാനൊന്നും അധികം വേണ്ട. നോമ്പ് ഇറങ്ങാണ്ട് കുറച്ച് വെള്ളം കണ്ട് കുടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വയറങ്ങോട്ട് ഫില്ലാവുകയാണ്. പിന്നെ ഭക്ഷണത്തിനോടൊന്നും ഒരാവശ്യമില്ലല്ലോ. അതാണല്ലോ എല്ലാവരുടെ അവസ്ഥയും. അതിൻ്റെ ഇടയിൽ കൂടെ പൊരിക്കടിയും കൂടി ഉണ്ടെങ്കിൽ അത് 2-3 എടുത്ത് തിന്ന് വെള്ളം കൂടി കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മറ്റുള്ള ഭക്ഷണങ്ങളൊന്നും തിന്നാൻ പോകില്ല കേട്ടോ. പരമാവധി പൊരിക്കടി ഒഴിവാക്കണത് തന്നെയാണ് നല്ലതെന്നാണ് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ അത് കണ്ടാൽ നമ്മൾ എന്തായാലും എടുത്ത് തിന്നും. അത് പിന്നെ 1-2 ഒന്നും ആവില്ല. നമുക്ക് വേണ്ടി എത്ര നമ്മൾ എടുത്ത് തിന്നും. അത് തിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഭക്ഷണത്തിനോടൊന്നും ഒരാവശ്യം ഉണ്ടാവില്ല. അതാണ് അവസ്ഥ. അങ്ങനെ നമ്മൾ മെല്ലെ എന്താ പറയുക, അത് കഴിയണില്ല. അതേപോലെ ആക്കത്തിൽ ഓരോന്നാണ് അങ്ങനെ തുടച്ച് ഇങ്ങനെ എടുത്തേക്കുന്നുണ്ട്. അപ്പോൾ അത് ഓരോന്ന് സ്കൂളിൽ നിന്ന് കിട്ടിയതിനുണ്ട്. സ്കൂളിൽ നിന്നും മദ്രസയിൽ നിന്നായിട്ട് ഇങ്ങനെ കിട്ടിയ സംഭവങ്ങളാണ് കേട്ടോ. പൊതുപരീക്ഷയിൽ കിട്ടിയതുണ്ട്, LSSന് കിട്ടിയതുണ്ട്, പിന്നെ അങ്ങനെ ക്ലാസ് എക്സാമിനും പിന്നെ ഓരോ പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ ഓരോന്ന് കിട്ടിയതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് തുടച്ച് വൃത്തിയാക്കി എടുക്കേണ്ട. പിന്നെ ഇതിൽ കുറച്ച് ഫോട്ടോസുകളും ഉണ്ടായിരുന്നു കേട്ടോ ഫ്രെയിം ചെയ്ത്. അതൊക്കെ ഇവിടുന്ന് കുറേ കണ്ട് മാറ്റിയതാണ്. കാരണം എന്താ വെച്ചാൽ എല്ലാം കൂടി ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചപ്പോഴേ പിന്നെ എന്താ പറയുക, അങ്ങനെ തിക്കി കുത്തിയിരിക്കണം കണ്ടപ്പോൾ പിന്നെ ഈ നോമ്പ് നനച്ചുള്ളിയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ആ ഒരു ടൈമിൽ മൊത്തത്തിൽ ഇവിടെ നിന്ന് മാറ്റി ഇങ്ങോട്ട് ആവശ്യമുള്ളത് മാത്രം ഇങ്ങോട്ട് വൃത്തിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ സർട്ടിഫിക്കറ്റ് പറഞ്ഞാൽ ബാക്കിയുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ ഇവിടെ നിന്ന് ഒഴിവാക്കി. പിന്നെ പൊതുപരീക്ഷ കിട്ടിയ ആ ഒരു സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ മോളത് ഇവിടെ. ബാക്കിയൊക്കെ എടുത്തുങ്ങാണ്ട് മാറ്റിച്ചു. പിന്നെ ഇതിനുള്ളിൽ കുറേ ഗ്ലാസ്സുകളും ജഗ്ഗൊക്കെ ഉണ്ടായിരുന്നു. പൊട്ടുന്ന ഗ്ലാസ്സും ജഗ്ഗൊക്കെ വെറുതെ ഇങ്ങനെ ഷോക്ക് വെക്കില്ലേ. പിന്നെ അതൊക്കെ കണ്ട് കുറേ കണ്ട് ഉപയോഗിക്കാനെടുത്ത് ബാക്കി കുറേ കണ്ട് പൊട്ടിയും ചെയ്ത്. കാരണം ആ ഗ്ലാസിൻ്റെ ജഗ്ഗൊന്നും ഉപയോഗിക്കണമില്ല. കാരണം അത് നമ്മൾ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ അത് തട്ടുമെന്ന് പേടിച്ചിട്ട് ഗ്ലാസിൻ്റെ ജഗ്ഗ് ഉപയോഗിക്കില്ല. പക്ഷെ കാണുമ്പോൾ എന്താ പറയുക, ഒരു ഭംഗിയായിട്ട് തോന്നിയിട്ട് നമ്മളാണ്ട് വാങ്ങിയേക്കും ചെയ്യും. പക്ഷേ ഗ്ലാസ്സുകൾ പിന്നെ ഉപയോഗിക്കും. പക്ഷേ ഗ്ലാസിൻ്റെ ജഗ്ഗ് ഉപയോഗിക്കാൻ ഒരിച്ചിരി പേടിയാണ്. കാരണം എന്താ വെച്ചാൽ അതങ്ങനെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പണിയാവോലും പേടിച്ചിട്ട്
അങ്ങനെയുണ്ട് കേട്ടോ. അങ്ങനെ അത് ഏകദേശമൊക്കെ നമ്മൾ വെച്ച് സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നും കൂടിയൊക്കെ നോക്കും, അത് അവിടെ തന്നെ ആയിരുന്നോ അത് ഇവിടെ തന്നെ ആയിരുന്നോ, പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണാൻ എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കിയിട്ടേ മറ്റതിൽ പറഞ്ഞ മാതിരി തിരിച്ചിട്ടും മറിച്ചിട്ടൊക്കെ അങ്ങനെ നല്ലോണം അങ്ങോട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതപ്പം തന്നെ അങ്ങോട്ട് മാറ്റി വെക്കൂട്ടെ. കാരണം എന്താ വെച്ചാൽ ഞാനത് എന്ത് ചെയ്യും, ഒന്ന് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് പുറത്ത് നിന്ന് നോക്കി വെക്കും എന്താ അവസ്ഥ കാണാനെന്നില്ല. കാരണം നമുക്ക് കാണുമ്പോൾ ഒരു തൃപ്തി തോന്നണം അല്ലേ, ഒരു ഭംഗി കാണണം. അപ്പോഴല്ലേ എന്താ പറയുക, നമുക്കൊരു മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഞാൻ അങ്ങനെയായിട്ട് ചെയ്യൽ. എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ തന്നെ അത് 2-3 പ്രാവശ്യം നോക്കി നിൽക്കും. എന്നിട്ട് എനിക്കതൊരു മനസ്സമാധാനം വരണം എന്നെങ്കിൽ മാത്രമേ ഞാനത് ചെയ്യാൻ നിൽക്കുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ നോമ്പെടുക്കുന്ന പരിപാടികളൊക്കെ എവിടെ വരെ എത്തി, പിന്നെ കഴിയാനായ പണികളൊക്കെ എന്തെന്ത് സ്പെഷ്യൽ, അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അങ്ങനെ അതാ ഏകദേശം നമ്മളതൊക്കെ ഒരുവിധമൊക്കെ വെച്ച് കഴിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ ആ ഒരു നിർത്താണ്ടാ നിൽക്കുന്നത്. എന്നിട്ടിപ്പോൾ അത് ഷോക്കേസിൻ്റെ ഗ്ലാസ് ഓരോ സൈഡത്ത് അങ്ങോട്ട് അടച്ചിരിക്കുന്നുണ്ടാ. എന്നിട്ടിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത് നമുക്ക് ഇനി 2 ഫോട്ടോ ഫ്രെയിമും കൂടി ഇട്ടിട്ട് വേറെ ഒരുപാട് ഫോട്ടോ ഫ്രെയിം ഇട്ടിട്ട് കുറച്ചൊക്കെ എന്താ പറയുക റൂമിലും കൂടി കൊണ്ടുപോയിങ്ങാണ്ട് ആണിയടിച്ച് തൂക്കി വെച്ചിരിക്കുന്നത്. പിന്നെ 1-2 മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ അത് ബാക്കി ഫ്രെയിം കൊണ്ട് വെക്കുന്നതിൻ്റെ മുന്നായിട്ട് അതിൻ്റെ നേലൊക്കെ നല്ലോണം എന്നിട്ട് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. നല്ല എന്താ പറയുക ചെറിയ പാറ്റാളും അങ്ങനത്തെ ഇതൊക്കെ ഇട്ടിട്ട് എങ്ങനെ ഇതിനുള്ളിൽ കയറണം എന്നുള്ളത് ഒരു പിടുത്തം കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും സംഭവം അതൊക്കെ കൊണ്ട് തുടച്ചെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോട്ടോ മോൾക്ക് ഏകദേശം 1 വയസ്സാണ് ആ ഒരു ടൈമിലെടുത്ത ഫോട്ടോ ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഒരുപാട് ഇഷ്ടമായതാണ് കേട്ടോ. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിങ്ങാണ്ട് എടുത്ത ഫോട്ടോ ആണ് അത്. പിന്നെ ഞങ്ങൾ സ്റ്റുഡിയോ കൊണ്ടിങ്ങാണ്ട് എഡിറ്റ് ചെയ്തങ്ങാണ്ട് മാറ്റിങ്ങാണ്ട് ഇങ്ങനെ ഫ്രെയിം ചെയ്ത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആ ഒരു ഫോട്ടോ കാണാൻ വേണ്ടി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ മക്കളൊക്കെ വലിയ ആൾക്കാരായില്ലേ, ഒരുപാട് മാറ്റം വന്നവർക്കൊക്കെ അല്ലേ. കുഞ്ഞുനാളിലുള്ള കളികളും കുഞ്ഞുനാളിലുള്ള ഫോട്ടോസും അതൊന്നും വേറെ തന്നെയാണ് അല്ലേ. എന്തായാലും മാഷാ അല്ലാഹ് അവരൊന്നും ഹയറായിരിക്കട്ടെ. പിന്നെ അതാ ഞങ്ങൾ 2 ഒരു ഫോട്ടോ, എൻ്റെ കെട്ടിയവൻ്റെയും ഒരു ഫോട്ടോ കൂടി ഇട്ട് ഇതിനുള്ളിൽ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു അടിപൊളി ഫോട്ടോ ആണ് കേട്ടോ. അപ്പോൾ അതും കൂടി അതിനുള്ളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ കണ്ടില്ലേ ഏകദേശം ഞാൻ വിചാരിച്ച മാതിരി എല്ലാം നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ടേബിളും അവിടെ ഏകദേശം ക്ലീൻ ആയിക്കിട്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഒന്നൊരു കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്കും കൂടി ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്തങ്ങോട്ട് കാണാൻ വേണ്ടി മറക്കരുത്, സ്കിപ്പ് ചെയ്യാതെ കാണും വേണം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് പറഞ്ഞത്. ഇപ്പോൾ കാണാൻ തന്നെ നല്ലൊരു അടിപൊളിയായില്ലേ. ഇങ്ങനെ ഞാനൊരാഴ്ചയിൽ അല്ലാണ്ടൊക്കെ 2 ആഴ്ച കൂടുമ്പോൾ എടുത്തിങ്ങനെ വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ആ ഗ്ലാസ്സുമ്മലും ഫോട്ടോ ഫ്രെയിമുമൊക്കെ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നന്നായിട്ട് പൊടി ഉണ്ടാവും. നമുക്ക് തോന്നും പൊടി ഉണ്ടാവില്ല എന്ന്, പക്ഷേ അത് തൊട്ട് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതാണ് കണ്ടില്ല, ഇതാണ് ഞാൻ ആ പറഞ്ഞ ഫോട്ടോ കേട്ടോ. മാഷാ അല്ലാഹ് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ ഉണ്ട് എനിക്കിത്. പിന്നെ അതാ മക്കളെ എല്ലാ ഫോട്ടോയും നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇതിനോട് പ്രത്യേക താല്പര്യം. അപ്പോൾ എന്തായാലും ഇത്രക്കുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.